കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥും ബി.ജെ.പിയിലേക്ക്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം നടത്തുന്നതിന് പകരം പൂജയും വഴിപാടുമായി നടക്കുന്നത് കണ്ടപ്പോഴേ തോന്നി ചാട്ട അങ്ങോട്ടാണെന്ന്. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി വെള്ളിക്കട്ടകൾ അയച്ചു കൊടുക്കുന്നു, വിളിച്ചില്ലെങ്കിലും പ്രതിഷ്ഠാ ചടങ്ങിൽ ഭാഗമാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ നിരന്നു കിടന്നിരുന്നത്. അന്നത് പറഞ്ഞപ്പോൾ കമൽനാഥ് കോൺഗ്രസിന്റെ മണിമുത്താണ്, അങ്ങനെയൊന്നും കോൺഗ്രസ് വിട്ടു പോകില്ല എന്ന് പറഞ്ഞവർക്ക് ഇനി വല്ലതും പറയാനുണ്ടാവോ ആവോ. ഇപ്പൊരെണ്ണം ഭാരത് റൈസ് കൂട്ടി വിരുന്നുണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി അധികം വൈകാതെ അറിയാം. നമുക്ക് കമൽനാഥിലേക്ക് വരാം. അങ്ങനെ ഹിന്ദുത്വ പാതയിൽ നടന്ന് അവസാനം മോദിയുടെ കാൽക്കൽ വരെ എത്തി. ഇനി നക്കിയാൽ മതി. സംസ്ഥാന ബി.ജെ.പി നേതാക്കൾക്കൊപ്പം കമൽനാഥ് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നപ്പോഴാണ് അഭ്യൂഹം പരക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി.ജെ.പിയിൽ ചേരുമെന്ന് പറഞ്ഞിരിക്കുക കമൽനാഥ്. തീർന്നില്ല, അച്ഛൻ്റെ ഒപ്പം തന്നെ മകനും ചിന്ദ്വാഡ എം.പിയുമായ നകുൽനാഥും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗം വിവേക് തൻഖ എന്നിവരും ബി.ജെ.പിയിൽ ചേർന്നേക്കും എന്നും വിവരമുണ്ട്. ചിന്ദ്വാഡയിൽ നിന്ന് ലോക്സഭാ സീറ്റ്, കേന്ദ്രമന്ത്രി സ്ഥാനം എന്നിവയാണ് നകുലിനുള്ള വാഗ്ദാനം. കമൽനാഥ് വിശ്വസ്തനായ തൻഖയുമായി അടുപ്പമുള്ള ഏതാനും കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. അതായത് ഒന്നിന് പിന്നാലെ കൂട്ടമായി ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും കേട്ടിട്ടും കോൺഗ്രസിൽ ആർക്കും ഒന്നും പറയാനില്ല, ചോദിക്കാനുമില്ല. ഞങ്ങളെ വിളിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി മനസ്സിൽ പറഞ്ഞ് ബി.ജെ.പിയിലേക്കുള്ള ക്ഷണം വരുന്ന ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരിക്കും. ഇതൊന്നും പോരാതെ കമൽനാഥ് വലിയൊരു വിരുന്നൊരുക്കുന്നുണ്ട്. ഈ മാസം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ 5 സീറ്റിൽ 4 ബി.ജെ.പിക്കും 1 കോൺഗ്രസിനും ജയിക്കാം. ഈ സീറ്റിൽ കണ്ണുവെക്കുന്ന കമൽനാഥ് കോൺഗ്രസ് എം.എൽ.എമാർക്ക് വേണ്ടിയാണ് വിരുന്നൊരുക്കിയിരിക്കുന്നത്. നമ്മുടെ പ്രേമേട്ടന് കിട്ടിയ പോലെ ഒരു വിരുന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പാർട്ടിയുടെ നേതൃപദവികളിൽ നിന്ന് കമൽനാഥിനെ മാറ്റിയിരുന്നല്ലോ. അപ്പോൾ ഭൂരിഭാഗം എം.എൽ.എമാരും ഇപ്പോഴും തനിക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വിരുന്നൊരുക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് ഞൊടിച്ചാൽ കമൽനാഥിനൊപ്പം കോൺഗ്രസ് എം.എൽ.എമാരും കാവി നിക്കറിടാൻ റെഡിയായി നിൽക്കുകയാണ്. ചാടാൻ നിൽക്കുന്നവന് ഏണി ചാരി വെച്ച് കൊടുക്കുന്ന പതിവില്ലേ, അത് തന്നെ. ഞൊടിക്കുന്നു, കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് പോകുന്നു. ഏതായാലും കോൺഗ്രസ് ബി.ജെ.പിക്ക് അടിയറവ് പറയുന്ന ദയനീയ കാഴ്ചയാണ് രാജ്യത്തുള്ളത്. ജനം കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു, ആ ജയം ബി.ജെ.പിക്ക് കോൺഗ്രസ് കൈമാറുന്നു. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ചതിക്കപ്പെടുന്നത്?